ഞങ്ങളിതാ ഒരു ഫിലിമിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര അടിപൊളി മൂവിയാണെന്നും കുറച്ച് റിവ്യൂസൊക്കെ കേട്ടു. അപ്പോൾ എന്തായാലും അതിന് പോയേക്കാന്ന് വിചാരിച്ചു. അഹിമോൻ എന്താ കട്ട വെയിറ്റിംഗ് ആണ് ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ടോ എൻ്റെ ഇവിടെ എന്താ പറയുക കവലിൻ്റെ അവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. അമ്മ എന്ത് കാണിച്ചിട്ട് പോകുന്നില്ല, ഒന്നും കാണിച്ചിട്ടോ തേച്ചിട്ടൊന്നും ഇല്ല, എന്നാലും കുറേ ദിവസം കഴിഞ്ഞാലൊന്ന് പോകണ്ടേ, അത് പോകുന്നില്ല കേട്ടോ. അതുപോലെ നെറ്റിയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് അഹിമോൻ ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ കിടന്നോന്ന് പറഞ്ഞത് ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞത് ആ തിയേറ്റർ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇല്ലേ ഞങ്ങൾ ബ്ലോക്കിൽ അവിടെ പെട്ടു. ആക്ച്വലി നമ്മൾ കറക്റ്റ് ടൈമിനാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ആ ഒരു ടേണിങ് കഴിഞ്ഞ് കുറച്ച് പോകാനേ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിലേക്ക്. പക്ഷേ കുറേ നേരം അവിടെ നിന്ന് അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് ഫിലിം കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു പേര് കാണിക്കൽ ആ പോർഷൻ അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫിലിമൊക്കെ തുടങ്ങി ഞങ്ങളിതാ ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്തിട്ട് നമ്മളിതാ ഇൻ്റർവെല്ലിന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അപ്പം നമ്മൾ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയിൽ വന്നിരുന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ കോഫിയും പോപ്കോണൊക്കെ വാങ്ങിയിട്ട് വീണ്ടും കയറി. അങ്ങനെ ദ ഫിലിമൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫിലിം. ചിലവർ പറഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെനിക്ക് വേറൊരു ലെവൽ ഫിലിമാണെന്ന് തോന്നി. പിന്നെ നമ്മൾ വിചാരിക്കാത്ത കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്കായ സമയത്ത് ഒരു ചങ്ങായി കാണിച്ചാണ്ടോ, അതായത് ഈ തിരക്കായപ്പോൾ അയാൾക്ക് ബാക്കിൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോഴത്തേക്ക് അയാൾ ഓവർടേക്ക് ചെയ്ത് എടുത്തിട്ട് ഞങ്ങളെയും കൂടി പോകാൻ പറ്റാത്ത രീതിയിലായി. ബാക്കിൽ നിന്നൊക്കെ ഹൈ ഹോണടിയായിരുന്നു. കാരണം ഇയാൾക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. പല ആൾക്കാരുടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട്. ക്ഷമ ഉണ്ടാവില്ല. എന്നിട്ട് നമ്മളെ അടുത്തുള്ള അതായത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് കൂടി പോകാൻ പറ്റാത്ത രീതിയിൽ വണ്ടി അവിടെ നിർത്തിയിടും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഇതാ നേരെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആലുക്കലുള്ള തട്ടുകടയിലൊന്ന് കയറി. അഹിമോന് പരിപ്പ് വട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പരിപ്പ് വടയൊക്കെ കഴിച്ചതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മളെ കുറച്ചായപ്പോൾ ഈ ഒരു തട്ടുകടയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ദാ ഹിമോന് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പുവടയും പിന്നെ സമൂസയാണ്. അപ്പോൾ ആളത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ആലുക്കൽ പാലത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നൈറ്റിൽ അവിടെ നമുക്ക് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, പുഴയും കൂടി ഉള്ളത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഓക്കെ, ബൈ.